ബിഗ് ബോസ് സീസൺ 7 രണ്ട് സ്വേച്ഛാധിപതികളെ ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് നെവിനും ജിസയിലുമാണ്. അപ്പോൾ അവരുടെ പുതിയ തീരുമാനങ്ങളൊക്കെയാണ് കേട്ടോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളും നൂറയും രേണുവും ഒക്കെയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെനെ കൂടി അങ്ങോട്ടേക്ക് ഇടണമെന്ന് നെവിൻ പറയുന്നുണ്ട്. അങ്ങനെ റെന ചെല്ലുന്നുണ്ട്. റെന ചെല്ലുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. അനുമോൾ അസൂയയും കുശുമ്പും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നതെന്നാണ് അവിടെ പൊതുവെ പറയുന്നത്. അപ്പോൾ റെന ചെന്നിട്ട് വേറൊരു കറി ഉണ്ടാക്കാം, എന്നും തക്കാളി കറിയല്ലേ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്ന സമയത്ത് അനുമോൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ എന്ത് തീരുമാനിച്ചോ അത് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ ആരും അതിനകത്ത് കയറി തീരുമാനിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശരത്തും ജിസയിലും ഒക്കെ ഇടപെടുന്നുണ്ട് അതിനകത്ത്. എന്തുകൊണ്ടാണ് അനുവിന് ഇത്ര പ്രശ്നം, റെന വരുമ്പം എന്താണ് ഇത്ര പ്രശ്നം, എന്താണ് അവൾ അടുക്കളയിൽ കയറി ജോലി ചെയ്താലുള്ള പ്രശ്നം, നീയാണോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. അനുമോൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ അടുക്കളയിൽ നടക്കൂ എന്ന് പറയുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴേക്കും ശരത്തും എല്ലാവരും അതിനകത്ത് കയറി ഇടപെടുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം റെന നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നിനക്ക് ഈഗോയാണ്, അസൂയയാണ്, നീ അത് വെച്ചിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശരത്തിൻ്റെ അടുത്ത് അതേപോലെ അനു ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്കല്ലെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോൾ കുറച്ച് ഇളക്കം കൂടുതലാണ്, അത് ശരത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, നീ എന്ത് വർത്തമാനമായി പറഞ്ഞത്, നിനക്ക് വിവരമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് നല്ല രീതിയിൽ അനുമോളുടെ അടുത്ത് ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പം ജിസയിലും അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിലും അവൾ അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്, ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇളക്കം കൂടുതലാണെന്ന് അവൾ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മൊത്തത്തിൽ ബഹളങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്ന അപ്ഡേറ്റ്സ്.